സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ ഇപ്പോൾ ഈ CPM ഇത്തരം ഒരു പ്രചരണ തന്ത്രം അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി ഉന്നയിക്കാൻ പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഇവിടെ ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യരുത് എന്ന് പോലുമാണ് പ്രചാരണത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് CPM നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ഇനി അഥവാ പറയാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെ അവതരിപ്പിക്കണം എന്നത് സംബന്ധിച്ച തീവ്ര പരിശീലനവും അത്തരം ചുമതലപ്പെട്ടവർക്ക് നൽകുന്നുമുണ്ട്. അപ്പോൾ അത് പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നവർക്കറിയാം. പിന്നെ അവർ നല്ല ബുദ്ധിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കളികളൊക്കെ. BJPയിലെ പ്രമുഖരെല്ലാം പിൻവാങ്ങുകയാണ്. അവിടെ വല്ലാത്ത ആഭ്യന്തര കുഴപ്പമുണ്ട്. അപ്പോൾ BJPയും ആകില്ല അതിൻ്റെ ഗുണം നേടുക. ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഗുണം മുഴുവൻ പോകാൻ പോകുന്നത് കോൺഗ്രസിനാണെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത തകർക്കുക. അത്തരമൊരു നീക്കമാണ് ഇവിടെ BJP സൗഹൃദം നിങ്ങളിൽ ആരോപിച്ചുകൊണ്ടും വടക്ക് ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുമായി ലീഗ് ചങ്ങാത്തം വെച്ചുകൊണ്ട് ഇത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും അറിവോടെയാണ് എന്ന ആ രൂപത്തിലുള്ള പ്രചാരണം അവിടെ സംഘടിപ്പിച്ചുകൊണ്ടും CPM മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒന്നാകെ അണിനിരത്താൻ കഴിയുന്ന ഒരു വിശ്വാസ്യതയുള്ള വിഭാഗമായി സ്വയം അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ കരുനീക്കമാണിത്. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? കാരണം നിങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന വടകര ബേപ്പൂർ മോഡൽ എന്ന് പറയുന്നത് ഒരു നഗ്ന സത്യമായി മുന്നിലുണ്ട്. പിന്നെ SDPI ചർച്ച ദൃശ്യങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അല്ല, നേരത്തെ ശ്രീ ആനത്തലവട്ടമാണ്, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. അദ്ദേഹം സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട അദ്ദേഹത്തിൻ്റെ പാർട്ടി ക്ലാസ്സുകൾ നടത്തുന്ന ഒരു പ്രസംഗം ഇവിടെ നടത്തി. അതെപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. കാരണം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പഴയകാല കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിണറായി വിജയൻ്റെ കമ്മ്യൂണിസ്റ്റും ഒക്കെ അവിടെ നിന്നൊക്കെ എവിടെ പോയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ആനത്തലവട്ടം സഖാവേ. അദ്ദേഹം സാമ്പത്തിക ശക്തികളുടെ കേരളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തെക്കാളും ഇന്ന് ഏതാണ്ട് BJPയെക്കാളും അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ മുതലാളിത്തത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ. ഗീതാ ഗോപിനാഥാണ് അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ഒന്നും പറയരുത്. നിങ്ങൾ പഴയകാല കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നു ആ കമ്മ്യൂണിസമായി രാജ്യത്ത് നടക്കുന്നതെന്ന്. നിങ്ങളുടെ ചൂരലുമായിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ 2004 ഗവൺമെൻറ്റിൻ്റെ പിന്നാലെ നടന്നെന്ന് പറഞ്ഞില്ലേ? ആ നടന്ന ആളുകൾ ഈ കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും ജയിച്ചു വന്നവരാണ്. ആ MPമാരും ആ ഭരണകൂടവുമാണ് പിന്നീട് സലിം ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവിടെ നന്ദിഗ്രാം എഴുതി കൊടുത്തതും ടാറ്റായ്ക്ക് വേണ്ടി സിംഗൂർ എഴുതി കൊടുത്തതും ഒക്കെ ആ ഗ്രൂപ്പാണ്. അതിനെ തുടർന്നാണ് നിങ്ങൾ ഇല്ലാതായി പോയിട്ടുള്ളത്. കേരളത്തിൽ അതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ സാമ്പത്തിക ശക്തികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തോഴനാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പല സാമ്പത്തിക നേതാവ് വലിയ പ്രമാണിമാരുടെയൊക്കെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ വേണു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും രാഷ്ട്രീയം സംസാരിക്കാറില്ല. വളരെ ബുദ്ധിപരമായി വർഗീയതയെ വളരെ മനോഹരമായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് ചിലപ്പോൾ ന്യൂനപക്ഷ പ്രീണനമായിരിക്കും, അപൂർവം ചില സന്ദർഭങ്ങളിൽ അത് ഭൂരിപക്ഷ പ്രീണനമാകും. ഇത്തവണ ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് നടക്കാൻ പ്രത്യേകിച്ച് ശബരിമലയുടെ ഒരു സാഹചര്യത്തിൽ ഒട്ടും സാധ്യതയല്ല. അതുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഓരോ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ ഗൾഫ് യുദ്ധം നടന്നപ്പോൾ സദാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരോ കാര്യം, അതുപോലെ പിന്നെ മറ്റ് ഈ തലത്തിൽ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇസ്രയേലിനെതിരെ വരെ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെയാണ് കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കാറുള്ളത്. ഇത്തവണ ഒരു ഗ്രൂപ്പ് ഇവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഭൂരിപക്ഷവും ഇല്ല, ന്യൂനപക്ഷവും ഇല്ല, ആരുമില്ല എന്നുള്ളതാണ്. ഈ സർവേകൾ 5-8 സർവേകൾ വന്നിട്ടുള്ളത് വെറുതെ ഇവിടെ ബുദ്ധിയില്ലാത്ത കഴുതകൾ വന്ന് നടത്തിയ സർവേ ആണോ? ആ സർവേക്കൊക്കെ അതിൻ്റേതായ ചില കാര്യങ്ങളും സത്യങ്ങളും ഉണ്ട്. ഞങ്ങളത് വിശ്വസിച്ചാണ് നിൽക്കുന്നത്, വിശ്വസിക്കരുത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് വളരെ കൃത്യമായ കാര്യങ്ങൾ അസസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അണിനിരന്ന് കഴിഞ്ഞ 24 മണിക്കൂറുകളുണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡ് ചേഞ്ച് അനുസരിച്ച് ഏത് സീറ്റാണ് തോൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. ഒരുപക്ഷെ എല്ലാം ജയിച്ചാൽ, ഞാനിത് കൂടുതൽ പറയുന്നതല്ല, ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടാത്ത രീതിയിലുള്ള വലിയൊരു രാഷ്ട്രീയ ഒരു ട്രെൻഡാണ് സെറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയം തന്നെ പ്രധാന കാര്യമാണ്. അവിടെ രാഹുൽ ഗാന്ധി വേണോ മോഡി വേണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ് കേരളത്തിൻ്റെ മനസ്സ്. ഒരു മതേതര ഭാരതത്തിന് അനുകൂലമാണ് കേരളത്തിൻ്റെ മനസ്സ്. അവിടെ അത് കോൺഗ്രസ്സാണ് അതിനെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇവർക്കതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. നിങ്ങൾ പറയുന്നു, നിങ്ങളെ ചില PV അൻവറിനെ പോലെയുള്ള ആളുകൾ പറയുന്നു ഞങ്ങൾ ഡൽഹിയിൽ പോയാൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുമെന്ന്. അതിന് നിങ്ങൾ മുഖേന ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഞങ്ങളുടെ UPAയുടെ സഖ്യകക്ഷികൾ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ പൊന്നാനിയിൽ.
കേരളത്തിൽ ബാക്കിയുള്ള 16 സീറ്റുകളിൽ കോൺഗ്രസ് കൈപ്പത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പാർട്ടി നിൽക്കുന്നുണ്ടല്ലോ. അതിന് നിങ്ങൾ മുഖേന ഒരു പിന്തുണയുടെ കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം പോകും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 44 എം പിമാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഈ ലോക്സഭ പിരിച്ചുവിടുമ്പോൾ 48 എം പിമാരുണ്ട്. ഞങ്ങളെ ആരും എങ്ങോട്ടും പോയിട്ടില്ല. BJPയിൽ നിന്ന് ഇപ്പോൾ ഇന്ന് ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഗുജറാത്തിലൊരു MP ഇങ്ങോട്ട് ചേർന്നു. വേറെ അവരുടെ മഹാരാഷ്ട്രയിലൊരു MP കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നു. അങ്ങനെ എത്രയോ എം പിമാർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. എത്രയോ നേതാക്കന്മാർ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് യശ്വന്ത് സിൻഹ അടക്കം, അരുൺ ഷൂറി അടക്കം എത്രയോ ആളുകൾ മാറി നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ എത്രയോ വലിയ മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഉപാധ്യക്ഷനും കോൺഗ്രസിലേക്ക് വരുന്നു. അടുത്ത ദിവസം രാഹുൽ ഗാന്ധി അഗർത്തലയിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആണ് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുക എന്നും മാധ്യമ റിപ്പോർട്ടുകൾ. പക്ഷേ ഈ ബേപ്പൂർ വടകര ഒരു തുറന്ന പുസ്തകമായി കിടക്കുകയാണല്ലോ ശ്രീ ജോസഫ് വാഴയ്ക്കൻ. അത് ഒരു 10-20 കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം RSSൻ്റെ പിൻബലത്തിലല്ലേ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഈ പറയുന്ന ശക്തിക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. RSSും BJPയും നമ്മൾ കണ്ടിട്ടില്ലേ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടും LK അദ്വാനിയും വാജ്പേയിയും എല്ലാവരും കൂടെ അത്താഴ വിരുന്ന് കഴിക്കുന്നതും അവരുടെ ആ ഭരണകൂടം ആ 77 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവരെല്ലാം ഒന്നിച്ചു പോകുന്നതും. പറഞ്ഞില്ലേ, RSS ആയിരുന്നു. RSSൻ്റെ ഒരു ചെറിയ രൂപമാണല്ലോ ഈ BJP എന്ന് പറയുന്നത്. RSS അല്ലേ ഈ സംഘപരിവാറിൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ഭീതിജനകമായ ഒരു സാഹചര്യം ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ശക്തി. അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമാണല്ലോ BJP എന്ന് പറയുന്നത്. അല്ലാതെ RSSനേക്കാൾ വലുതല്ലല്ലോ BJP. ഇനി നമുക്ക് സമയവും കുറവാണ്. അവരുടെ ആളുകളായിരുന്നു ഇവര്. ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ എന്തായാലും പ്രമുഖർ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദൗർബല്യം BJPക്കില്ലേ? ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് എങ്കിൽ ഈ ആക്ഷേപം ഉണ്ടായി, എന്നാൽ മോശമല്ലാത്ത ഒരു സ്ഥാനാർത്ഥി പട്ടിക അവർക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു, മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയുന്ന സ്വീകാര്യതയുള്ള പ്രമുഖർ ഒരുപാടുണ്ടോ? ഏറ്റവും പ്രമുഖർ എന്ന് പറയുന്നവരും നല്ല മത്സരം കാഴ്ചവെച്ചവരും അവർ പലരും ഇപ്പോൾ പിൻവാങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണദാസിനെ പോലുള്ളവർ, MT രമേശിനെ പോലെയുള്ളവർ ഒക്കെ പിൻവാങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചോളാമെന്ന് പറയുന്നത്. ഇവരൊക്കെ ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും ഒക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചവരുമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു സുവർണാവസരമുള്ള ഘട്ടത്തിൽ പോലും ഏറ്റവും പ്രമുഖർക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വടക്കനെ പോലുള്ള ആളുകളൊക്കെയാണ് കൊല്ലത്ത് നിങ്ങൾ അണിനിരത്താൻ പോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു? ഇത് ആർക്കെങ്കിലും ഗുണം ചെയ്യുമല്ലോ. നിങ്ങൾക്കൊരു ദൗർബല്യം ഉണ്ടാകുന്നെങ്കിൽ അത് വെറുതെ അങ്ങ് പോവുകയല്ലല്ലോ ചെയ്യുക. അതൊരു വിഭാഗത്തിന് ഗുണം ചെയ്യും. അതറിഞ്ഞോ അറിയാതെയോ ആ ദൗർബല്യം ഒരു പാലമാകുന്നു എന്ന് രാഷ്ട്രീയ വിശകലനങ്ങൾക്കത് വിധേയമാകും ശ്രീ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ചൊടിച്ചിട്ട് കാര്യമില്ല. വേണോ ഞാൻ ചോദിക്കട്ടെന്ന്? ഇതേ ചോദ്യമല്ലേ ഞാൻ തിരുവനന്തപുരത്ത് ചോദിച്ചത്? എന്തിനാ ദിവാകരനെ നിർത്തിയത്? ദിവാകരൻ ആരോപണ വിധേയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ലേ? അപ്പോ BJPയിലെ തുടർച്ചയായി വിജയിക്കുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ. മണ്ഡലം മാറിയപ്പോഴും വിജയിച്ച വ്യക്തിയാണ്. മാത്രമല്ല, അങ്ങീ പറയുന്ന ആക്ഷേപത്തിന് ശേഷം ആ ആക്ഷേപത്തിന് വിധേയമായ ജില്ലയിൽ തന്നെ ഒരു പുതുമുഖമായി വന്നൊരു പുതിയ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിനെ തോൽപ്പിച്ച് മുന്നേറുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട വിഷയം BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നാളെ വരുന്നതേ ഉള്ളൂ. BJPയുടെ സ്ഥാനാർത്ഥിക പട്ടികയിൽ ഇവർ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കുന്നത് BJP ഒരു ഹിന്ദു വർഗീയതയാണ്, ന്യൂനപക്ഷങ്ങളുടെ വിരുദ്ധമാണ്. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാരും CPMകാരും കൊടുക്കാത്ത തരത്തിൽ പട്ടികയിൽ ന്യൂനപക്ഷ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ പട്ടിക കൊണ്ടുവരുന്നത്. ഒരു ദ്വിമുഖ തന്ത്രത്തിൻ്റെ ഭാഗമായി, ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി ഞങ്ങളുടെ ചില പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കുന്നില്ല. നിങ്ങളതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. കഴിഞ്ഞ വർഷം ചാലക്കുടിയിൽ 25,000 വോട്ടുണ്ടായിരുന്നു, 1,00,000 വോട്ടുണ്ടാക്കിയ ആളാണ് ഞാൻ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ പുതിയതായിട്ട് ചില ആളുകളെ ഞങ്ങൾ കൊണ്ടുവരും, പുതിയതായിട്ട് ചില ആളുകളെ ഞങ്ങൾ അവതരിപ്പിക്കും, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവതരിപ്പിക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി നിങ്ങൾ ദുർബലമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സിമ്പലുണ്ട്, അതാണ് താമര. ആ താമരയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദർശനമുണ്ട്. ആ ദർശനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ദുർബലതയല്ല. ശരി 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 ഇനി സമയം കുറവാണ്, അങ്ങനോട് സഹകരിക്കണം. ഞാൻ ഒരു ഇടവേളയിൽ കൂടെ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞോളൂ ഗോപാലകൃഷ്ണൻ. ഒരു പോയിന്റ്
ഒരു പോയിന്റ് പറയണം. 52,000 വോട്ടുണ്ട് 2014 നേമത്ത് BJPക്ക്. അന്ന് 31,000 ഉള്ളൂ LDFന്, 32,000 ഉള്ളൂ UDFന്. 52,000 വോട്ട് BJPക്ക് 2014 കിട്ടി. അതേ സമയത്ത് UDFനും LDFനും 31, 32 എവിടെ പോയി LDFിൻ്റെ വോട്ട്? UDFിൻ്റെ വോട്ട് എവിടെ പോയി? 2016 UDFിൻ്റെ വോട്ട് 17,000 ആയിട്ടുണ്ടെങ്കിൽ 31,000 LDFിൻ്റെ വോട്ട് കൂടി. അതിനർത്ഥം എന്താ? UDFിൻ്റെ വോട്ട് LDFന് കൊടുത്തു O രാജഗോപാലിനെ പരാജയപ്പെടുത്താൻ. അതല്ലേ കണക്ക് വേണു? അങ്ങനെയല്ലേ വേണേ കണക്ക് പറയേണ്ടത്? ശരി, അതൊരു നല്ല കണക്കുമാണ്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ആനത്തലവട്ടത്തിന്റെ പ്രതികരണത്തിലേക്ക്. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 2-2.5 മിനിറ്റാണ്. ശ്രീ ആനത്തലവട്ടം, 2 ചെറിയ ചോദ്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ഈ പറയുന്ന അടിയന്തരാവസ്ഥ വിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ യോജിപ്പിലേക്ക് പോയി എന്നത് അംഗീകരിക്കാമെങ്കിലും RSSൻ്റെ കാര്യാലയത്തിൽ പോയി അവരുടെ തോളിൽ കൈയിട്ട് വോട്ടഭ്യർത്ഥിച്ചു എന്ന് ആവർത്തിച്ച് ഈ ചർച്ചയിൽ ഉയർന്ന വിമർശനത്തിന് അങ്ങ് മറുപടി പറയണം. 1. 2, ഈ 2004 മാത്രമല്ല ചൂരലുണ്ടായിരുന്നത്. നിങ്ങൾ ഈ പറയുന്ന VP സിംഗ് സർക്കാരിനെ അധികാരത്തിലേറ്റുമ്പോൾ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണ ഉണ്ടായത് BJPയുമായി കൂടി ചേർന്നാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ അധികാരത്തിൽ നിർത്താനുള്ള മാറി നിന്നുള്ള നിയന്ത്രണം നിങ്ങൾക്ക് കിട്ടിയിരുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ ആ നിയന്ത്രണാധികാരം ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ BJPക്കും സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങയുടെ മറുപടി 2 കാര്യങ്ങൾക്കും. അല്ല, ഈ RSSൻ്റെ വെളിവാതേക്കാൾ CPM പോയി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോയി സീറ്റ് ധാരണ ഉണ്ടാക്കാൻ പോയെന്ന് പറഞ്ഞത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു എന്ന് പറയുന്നത് പോലെ അത്രയും വലിയ വിഡിത്തമാണ്. ഞങ്ങൾ RSSുമായി വാഴക്കൻ ഒരു കാര്യം പറഞ്ഞു. RSSുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഭരണത്തിലല്ല, ജയിലിൽ കിടക്കാൻ, അടിയന്തരാവസ്ഥയെ തകർക്കാൻ. ഞങ്ങൾ ഒരു മുറിയിൽ കിടന്നിട്ടുണ്ട്. നിങ്ങളതിനുണ്ടായില്ല. നിങ്ങളുടെ അടിയന്തരാവസ്ഥയെ അറബിക്കടലിൽ ആഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിടന്നത്. അതിന് ശേഷം ആരാ അധികാരത്തിൽ നിന്ന്? ജനതാ പാർട്ടിയാണ്. ആ ജനതാ പാർട്ടി വരുന്നതിൽ പാർട്ടിക്കാണ് 297 സീറ്റ് കിട്ടിയത്. ജനസംഘവും ഈ BJP RSSൻ്റെ മാതൃസംഘടനയായ ജനസംഘം 52 തെരഞ്ഞെടുപ്പിലെ പാർലമെൻറ്റിൽ 3 സീറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 62 അവർ 14 സീറ്റ് വാങ്ങി. ആദ്യമായിട്ടല്ലത് വരുന്ന ആ ജനസംഘം അവർ പരിവർത്തനം ചെയ്ത് വന്നാണ് ജനതാ പാർട്ടി ആയത്. ആ ജനതാ പാർട്ടി പോയതിന് ശേഷമാണ് ഇപ്പം BJP ആയത്. 84 BJP ആയി വന്നത്. ആ BJP ആദ്യം വരുമ്പോൾ 2 സീറ്റേ കിട്ടിയുള്ളൂ. പക്ഷേ 297 സീറ്റ് ജനസംഘത്തിന് കിട്ടിയെന്നുള്ള ഓർമ്മ, ജനതാ പാർട്ടി കിട്ടിയെന്നുള്ള ഓർമ്മ വേണം. അത് എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങളുടെ കൊള്ളരുതായ്മയുടെ ഫലമായി കോൺഗ്രസിൻ്റെ UP 30 വർഷമായി 987 അധികാരത്തിൽ നിന്ന് ഈ കോൺഗ്രസ് പോയതിന് ശേഷം പിന്നെ അവിടെ UPയിൽ കോൺഗ്രസ് ഉണ്ടോ? വടക്കേ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് ഭരിച്ചിരുന്നതല്ലേ? നിങ്ങളുള്ളിടത്തായിരുന്നു BJP വളർന്നു വന്നത്. ഈ സീറ്റ് മുഴുവൻ അവിടെയാണ് പിടിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങളുടെ നയവും അവരുടെ നയവും ഒന്നായതുകൊണ്ട്. ദിവാകരനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അവർക്ക് പേടിയുണ്ട്. ദിവാകരൻ വന്നപ്പോൾ അഴിമതിയുടെ പേര് ഒരു അഴിമതിയും ദിവാകരൻ നടത്തിയായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി? അതിൽ സുപ്രീം കോടതിയിലടക്കം ഇപ്പൊ കേസുകൾ നിൽക്കുന്ന 35,000 കോടി രൂപയുടെ മറുപടി പറയേണ്ടി വരും. ശരി, ഇനി 20 സെക്കൻഡ് കൂടെ ഉള്ളൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, എന്നോട് ക്ഷമിക്കണം, അങ്ങ് എനിക്ക് സമയം നൽകാനില്ലാത്തതുകൊണ്ട്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.